ഹലോ ഗൈസ്, നമ്മളത് ആദ്യമായിട്ട് നമ്മുടെ ഫാമിലി വ്ളോഗ് ചെയ്യാൻ പോവാട്ടോ. നമ്മളൊരു റീല് ഭയങ്കര വൈറലായിരുന്നു, ഒരു 6 മില്യൺ വ്യൂസ് ഉണ്ടായിരുന്നു. അതായത് വൈഫിന് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നാട്ടിലേക്ക് വന്ന ഒരു സർപ്രൈസ് വീഡിയോ ആണ്. അതിലാണ് നമ്മൾ യൂട്യൂബ് അടിച്ച് കയറിയത്. അതിൽ നിന്ന് പിന്നെ റിയാക്ഷൻ വീഡിയോസ്, വോയിസ് ഓവറൊക്കെ ചെയ്ത് അൽഹംദുലില്ലാ അടിപൊളിയായിട്ട് തന്നെ പോവാണ് യൂട്യൂബ്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കൊണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ഒരു ആഗസ്റ്റ് 1 കഴിഞ്ഞ ആഗസ്റ്റ് 1 ഇട്ട വീഡിയോ ആണ്. അതിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു സംഭവമായിരുന്നു, മോളെവിടെ, മോളെ കണ്ടില്ലല്ലോ, ഏതാണ് കുഞ്ഞേതാണെന്ന്. പിന്നീട് നമ്മൾ കുറെ റിപ്ലൈ കൊടുത്തിരുന്നു, മോളാണെന്ന്. അതെ, ബേബി ഗേൾ ആണെന്നുള്ളത് റിപ്ലൈ കൊടുത്തു. അപ്പോൾ നമ്മള് റിവീലിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇതാണ് നമ്മളുടെ ബേബി ഹായ് ഇതൊക്കെ. യെസ് ഗൈസ്, ഇതാണ് നമ്മളുടെ പൊന്നുമകൾ സിമാലി ട്ടോ. ഫാത്തിമ സിമ്മത്ത് എന്നാണ് പേര്. ഞങ്ങള് സിമു എന്നൊക്കെ വിളിക്കും, കുഞ്ഞോള് എന്നൊക്കെ വിളിക്കും. വീഡിയോ എടുക്കുമ്പോ പുള്ളിക്കാരി ആ ക്യാമറനെ ചാടി പിടിക്കാൻ നോക്കാട്ടോ. ആള് ഭയങ്കര ആക്റ്റീവാണ്, ഫുള്ള് ചിരിയാണ്, നല്ല വാശിയുണ്ട്. ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്. അപ്പൊ ഇനി സിമാലി ഉണ്ടാവും കേട്ടോ ഞങ്ങളുടെ വീഡിയോയില്. അപ്പൊ നിങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സിമാലി ഇനി ഒരു വ്ളോഗർ ആവാൻ പോണു. സിമാലി വ്ളോഗറാണോ? സിമാലി വ്ളോഗറാ? സിമാലി സത്യം പറഞ്ഞാൽ എങ്ങനെ വ്ളോഗ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പൊ എല്ലാരും പറയണ പോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വ്ളോഗിൽ വന്ന് പറഞ്ഞാൽ മതി എന്നാണ് പറയണേ. ഫസ്റ്റ് വ്ളോഗാണ്. അതെ, എല്ലാരും ക്ഷമിക്കുക. ഇതാ ഞങ്ങള് ജിമാലിനായിട്ടൊന്ന് പുറത്തു പോകാനും പോവാണ്. ഞാൻ എൻ്റെ ആക്ച്വലി 2 ഫ്രണ്ട്സിന്റെ മാരേജിന് വന്നതാണ്. ഒന്ന് ഖത്തറിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ആക്കിബ്, പിന്നെ നാട്ടിലുള്ള മുഫീദ്. അങ്ങനെ ഒരു 10 ഡേയ്സിന് വന്നതാണ്. അപ്പോൾ മോളെടുത്ത് ഇങ്ങനെ ഇടപഴകുമ്പോഴേ തിരിച്ച് പോകാൻ നമുക്ക് തോന്നില്ല, പക്ഷെ പോയല്ലേ പറ്റൂ. അവരുടെ ആ ഒരു വളർച്ച ഭയങ്കരമായിട്ട് നമുക്ക് മിസ്സാവും, പ്രത്യേകിച്ച് പ്രവാസികൾക്കൊക്കെ. കുഞ്ഞുങ്ങൾ വളരുമ്പോൾ പെമ്മക്കള് പ്രത്യേക ഒരു രസമാണല്ലോ. പെങ്ങളുടെ വാപ്പന്മാരോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും. അതുകൊണ്ടോ വണ്ടിയിലെല്ലാം ഞെക്കി കുത്തി ഒക്കെ കേടാക്കുന്നുണ്ട്. ഞങ്ങള് ഒരു കുന്നംകുളത്തൊന്ന് പോവാണ്, ഒരു ഫ്രണ്ടിനെ കണ്ട്. അതെ, അപ്പോൾ ഇതന്നെ ഫസ്റ്റ് വ്ളോഗ് ആക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക കേട്ടോ. നമ്മൾ അതിന് റിപ്ലൈ ആയിട്ട് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, കുറച്ച് പാടാണ് ഇത് എഡിറ്റ് ചെയ്ത് ഇത് കൊണ്ടുനടക്കാൻ, ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ അതൊരു രസം തന്നെയാണ്, നേരം പോക്കാണ്. അങ്ങനെ ആദ്യം ഈ റോഡ് മൊത്തം കുഴിയായിരുന്നു. അയ്യോ, നമ്മള് റൈഡ് പോണ പോലെയാണ്. ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് മൊത്തത്തില്. ഇനി എത്ര നാള് നിൽക്കുമെന്ന് അറിയില്ല. റോഡിന്റെ ഒരു പ്രശ്നം അങ്ങനെയാണ് ഇവിടെ മൊത്തത്തില്. സത്യം പറഞ്ഞാൽ ഖത്തറിൽ എന്ത് സുഖാന്നറിയോ ഡ്രൈവ് ചെയ്യാൻ. ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാ. ഓട്ടോറിക്ഷക്കാര് ഇടയിലൂടെ കയറി ഭയങ്കര പേടിയാവും നമുക്ക് ഇവിടെ വണ്ടി ഓടിക്കുമ്പോ തന്നെ. പുള്ളിക്കാരത്തേക്ക് കാറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട കേട്ടോ. കരച്ചിലും ഇല്ല, ബഹളവും ഇല്ല. പക്ഷെ പുറത്തെങ്ങാനാണെങ്കിലുണ്ടല്ലോ പുള്ളിക്കാരത്തി ആകെ ഒച്ചയും ബഹളം എടുത്ത് കരഞ്ഞ് ഒരു വിളിക്കും. പക്ഷെ കാറിൽ കയറി അങ്ങനെ യാത്ര ഒക്കെ കണ്ട് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇങ്ങനെ ഇരിക്കും പുള്ളിക്കാരത്തി. വണ്ടികളൊക്കെ കാണിച്ച്. അതെ, ഇതാണ് ചേറ്റുവ പാലം. ഓക്കെ, ഇവിടെ രാജ ഐലൻഡ് 2 സൈഡും അടിപൊളിയാണ്. ഇപ്പൊ പാലം പുതിയതായി പണി നടക്കാന്ന് തോന്നുന്നു. റോഡ് പണി. അതുകാരണം ഭയങ്കര ട്രാഫിക്കാ. പിന്നിൽ ഇങ്ങനെ നിന്ന് പോണം. വലിയ യാത്ര ഓക്കെ ആട്ടോ. അങ്ങനെ ഫ്രണ്ട്സിനെ കണ്ടു.
അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ദിമാലി അതിൻ്റെ ഇടയിൽ അലമ്പുണ്ടാക്കി. കാറിൽ മാത്രം അലമ്പുണ്ടാക്കൂല, എവിടെയെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം അലമ്പുണ്ടാക്കും അല്ലേ ദിമാലിയെ? എന്നെ നോക്കി ചിരിച്ചിട്ട് എന്നെ വശത്താക്കാൻ നോക്കണ്ട കേട്ടാ. ഇത് നമ്മൾ വീണ്ടും യാത്രയിലാണ്. ദിമാലി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അപ്പം അലമ്പുണ്ടാക്കണം. വേറൊരു സ്ഥലത്ത് അലമ്പേ ഉണ്ടാക്കൂല പുള്ളിക്കാരി അല്ലേ? ട്രാവലിങ് ആള് ഓക്കെയാണ്. ഓക്കെ 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 ഓക്കെ. യെസ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാനിരിക്കാം കേട്ടോ. അങ്ങനെ വാവയുടെ വീട്ടിലെ ഫുഡ് റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ ഫുഡ് പോയി അടിക്കണം. ഓക്കെ. ഈ നാട്ടിലെ ഫുഡൊന്നും അധികം ഇപ്പോൾ ടേസ്റ്റ് ഇല്ല കേട്ടോ. 2-3 കല്യാണങ്ങൾക്കൊക്കെ പോയതൊരു ടേസ്റ്റ് ഇല്ലാത്ത ഫുഡാണ് കിട്ടിയത്. വീട്ടിലെ ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ. ഒരു മത്തനും അച്ചാറും പപ്പടവും മീൻ പരിചയതൊക്കെ ഇട്ട് അങ്ങോട്ട് കഴിക്കുമ്പോണ്ടല്ലോ, ആ ഒരു സുഖം ഏത് ഗൾഫിൽ പോയിട്ട് എന്ത് മന്തി കഴിച്ചാലും കിട്ടൂല കേട്ടോ. ഹിമാലി അവിടെ വെള്ളം ഇങ്ങനെ കുടിക്കുക. വെള്ളം കുടിക്കല്ല, കളിക്കണ വെള്ളത്തിൽ. വേഗം ഉമ്മ ആ തീ ഒന്ന് നോക്കിയേ. അപ്പൊ നമ്മൾ വീട്ടിലെത്തി. ഇങ്ങനെ എന്നെ മാത്രല്ല, ഞങ്ങൾ 2-3 യെസ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. മുച്ചു ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. കാറ്ററിംഗായിട്ട് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് മാലി കോട്ടാപ്പട്ട് എടുക്കും. കാറിൽ ഓക്കെയാണ്, പുള്ളി ട്രാവലിംഗ് വൈബാണ്. പക്ഷെ വീട്ടിലെത്തി കഴിഞ്ഞാൽ കുറച്ച് അലമ്പാണ്. ഈ ഫുഡ് എന്തായാലും നമുക്ക് നോക്കിട്ട് വരാം. സിസ്റ്റി പഠിച്ചതാണ് സംഭവം. ഒന്നും പഠിച്ചിട്ടില്ല. പഠിച്ചിട്ട് വേണം അതിന്റെ സാധനങ്ങളൊക്കെ ചെയ്തു തുടങ്ങാൻ. സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുവരെ ഒരു വ്ളോഗ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ നല്ല അടിപൊളി ചിക്കൻ ഇവിടെ റെഡി ആയി വന്നിരിക്കാൻ. ആഹാ, എന്താണ് അപ്പൊ കാറ്ററിംഗിന് പോണ ആളുകൾക്ക് ഉള്ള ഒരു ഗുണപാഠം കേട്ടോ. ഇതേപോലെ ഫുഡ് വീട്ടിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമുക്ക് കോയിൻ പൊറോട്ടയുണ്ട്. ആദ്യം കേട്ട കൊണ്ടുവന്ന് ഇത്രയും നാൾക്ക് ശേഷം കോയിൻ പൊറോട്ടയുണ്ട്. അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട് വരാം. എങ്ങനെയുണ്ട് ചിക്കൻ? ക്യാമറയിൽ നിൽക്കാൻ ഒരു മടിയുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ചിക്കൻ? സൂപ്പർ. ചിക്കൻ സൂപ്പർ കേട്ടോ. അപ്പൊ വീട്ടിൽ വെറുതിരിക്കണവരൊക്കെ കാറ്ററിങ്ങിന് പോവാ. ഇതേപോലെ ഫുഡ് കൊടുക്കുക. ഫാമിലിയുള്ള എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്കുക കേട്ടോ. ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് അടിപൊളിയാ. അജിനോമോട്ടൊക്കെ ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡ്. ഹലോ ഗൈസ്, ജിമാലി ഗൈസ്. ഹലോ, ജിമാലിയുടെ സോഫ്റ്റ്വെയർ ടിവി ആണ്. യെസ്, അപ്പൊ കൂട്ടുകാരെ, ഇത് ആക്കിബ് മാമ സിമൂന് കൊടുത്തയച്ചേക്കുന്ന സാധനം കേട്ടോ. അല്ലല്ല, ഇവിടെ നിന്ന് തന്നെ. അപ്പോ ആക്കിബ് മാമ സിമൂന് കൊണ്ടുവന്ന സാധനം കേട്ടോ. കുറച്ച് നാളായി ഇവിടെ ഇരിക്കുന്നു. അതെ, നമുക്ക് ഇങ്ങനെ സിമൂന ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുത്തും. ഓക്കെ, നോക്കത്ത് ഇനി ഇതിന്റെ ഉള്ളിൽ ഇരുന്ന് എൻജോയ് ചെയ്യണം കേട്ടോ സിമു. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ ഇരുന്ന് ഇങ്ങനെ വലിക്കും സാധനങ്ങള്. അതെ, അപ്പൊ ഇങ്ങനെ വൈമാളിലൊക്കെ പോകുമ്പോ ഇങ്ങനെ വലിക്കാൻ തോന്നുന്നു. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എത്തിച്ചു നോക്കണം കേട്ടാ. ദിമാലി, ഇതെങ്ങനെയാണ് ഇതിന്റെ മെക്കാനിസം? തോളിൽ കൂടെ ഇടുന്നത് അവിടെ. ദിമാലിയെ കോട്ടാപ്പിട്ടൊന്നും ഇനി നടക്കൂല. ഇതിന്റെ ഉള്ളിൽ ഇരുത്താൻ പോണ് ദിമാലി. കോട്ടാവും എങ്ങനെ ഇരുത്തയില് എന്നിട്ട്
ഇത് ഭയങ്കര പാടാണ് ഗൈസ്. ഇനി പുറത്തൊക്കെ പോകുമ്പോ സിമാലിന് ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ കൊണ്ടുപോവാ. ഓക്കെ സിമാലി, കഴുത്തൊളുക്കോ? യെസ്. അപ്പോ സിമാലിയുടെ ബേബി കയറി റെഡിയാണ്ടാ. ദിവാലി ഇതിന്റെ ഉള്ളിൽ എങ്ങനെ കേറുന്നാണ് എനിക്കറിയാതെ. ദിവാലി ഇതിന്റെ ഉള്ളിൽ ഇരിക്കോ? എനിക്കറിയാൻ പാടില്ല. ദിവാലി ഇതിനുള്ളിൽ ഇരിക്കോ? ഇതിന്റെ കൈ എവിടെയാണ്? ആ, ദിവാലി 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 സെറ്റായേ. ദിവാലി ദിവാലി ഗൈസ്, ദിവാലി സെറ്റായിട്ടോ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ ആണോ? ദിവാലിക്ക് അത് ഇഷ്ടപ്പെട്ടു ഗൈസ്. ദിവാലി ഓക്കെ ആണോ? ഇങ്ങനെയാണ് കാല് വരാം. ഇപ്പൊ ദിവാലി നോക്കിയാ ഇങ്ങനെ എൻജോയ് ചെയ്യാട്ടോ. ഇനി വല്ല കാല് ശരിയാവണില്ല. സെറ്റായി. പ്രൈസ് ടാഗ് ഒന്നും ഊരിയിട്ടില്ല കേട്ടോ. ദിവാലിക്ക് ഇഷ്ടപ്പെട്ടാ ക്യാരി ബാഗ്? ഇതേപോലെ ഒരു ക്യാരി ബാഗ് മേടിച്ചാ സുഖമായിട്ടോ. നമുക്ക് ഒക്കത്തിട്ട് നടക്കണ്ട. മാളിലൊക്കെ പോകുമ്പോ ഇതുപോലെ ഇങ്ങനെ നടത്തുന്നാ മതി. ഇതൊക്കെ ആഹാ എന്താ രസം. ദിവാലിക്കോ നോ പ്രോബ്ലം. ഞങ്ങളുടെ ബാഗിലൊക്കെ സിമോനെ ഇതാദ്യം നമ്മ ബാഗിലൊക്കെ ഇട്ട് സിം ഭയങ്കര കളിയായിരുന്നു. ഇപ്പൊ കുറച്ചു നേരം ആയ കാരണമാണ് ഇങ്ങനെ കരച്ചിലായി അലമ്പായി തുടങ്ങി. കുട്ടിക്ക് ആദ്യമായിട്ടാണ് തോന്നുന്നു വീർപ്പ് പൊട്ടി തോന്നുന്നു. അപ്പൊ നമ്മുടെ കുഞ്ഞു വ്ളോഗ് ഇവിടെ അവസാനിക്കാണ് കേട്ടോ. അപ്പൊ ഇനിയും ഇതേപോലെ വ്ളോഗ്സ് ആയിട്ട് വരും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. ഞങ്ങൾക്ക് എങ്ങനെ ശരിക്കും വ്ളോഗ് ചെയ്യണ്ടേന്നൊന്നും അറിയില്ല ശരിക്കും. ഓ, കുട്ടിക്ക് ആകെ ഇടങ്ങേറായിട്ടോ. അപ്പൊ സിമാലി ചാറ്റ പറയണ്ടാ? ചാറ്റ പറഞ്ഞോ? ഓ പിന്നെ വരാ. ഭയങ്കര പാടാട്ടോ, ഇടങ്ങേറത്. ഓ സിമാലി ടാറ്റ കൊടുത്തേ. അബ്ബയുടെ സബ്സ്ക്രൈബേഴ്സിന് ടാറ്റ കൊടുത്തേ. മറ്റേത് പറഞ്ഞില്ല എന്ത്? എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ സജസ്റ്റ് അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ ഇതേപോലെ ചെയ്യാൻ നോക്കാം. ഓക്കെ, കണ്ടോ ആള് അലമ്പാക്കി തുടങ്ങിട്ടോ. പുള്ളി അലമ്പാക്കിയ പിന്നെ ഫുള്ള് അലമ്പാ പിന്നെ ഫുള്ള് അല്ലേ അലമ്പാക്കി കഴിഞ്ഞാൽ ഫുള്ള് അലമ്പാണ്. അപ്പോ ഇനി കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ നിങ്ങളെ മുന്നിൽ വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് വേണം. ഓക്കെ, ടിൽ ദെൻ ബൈ ബൈ.